1995 മഹാരാഷ്ട്രയിലെ വസായിയിലാണ് 27 വയസ്സുകാരി ശ്രദ്ധ അവരുടെ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നത്. അച്ഛൻ വികാസ് മദൻ വാൾക്കർ, അമ്മ സുമൻ മദൻ വാൾക്കർ, മൂത്ത ജ്യേഷ്ഠൻ ശ്രീജൻ. ഇനി ശ്രദ്ധയുടെ കുടുംബത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ ഒരു ഇടത്തരം കുടുംബത്തിലുള്ളവരായിരുന്നു. ശ്രദ്ധയുടെയും ശ്രീജന്റെയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇവർ വസായിയിൽ നിന്നും പാൽഘർ എന്ന സ്ഥലത്തിലേക്ക് താമസം മാറി. ചില കുടുംബ പ്രശ്നങ്ങൾ കാരണം അച്ഛൻ വികാസ് ഈ കുടുംബം വിട്ട് പ്രത്യേകമായിട്ടാണ് താമസിച്ചിരുന്നത്. കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞപ്പോൾ കുടുംബത്തിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധ ജോലി അന്വേഷിക്കുവാൻ തുടങ്ങിയിരുന്നു. അതിനു വേണ്ടിയിട്ട് ശ്രദ്ധ മുംബൈയിലെ ജീവിത രീതിയും ജോലി സാധ്യതയും ഒക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കാരണം ശ്രദ്ധയ്ക്ക് മുംബൈയിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. 2018 ഒരു ഫ്രണ്ട് വഴി മലാദ് എന്ന സ്ഥലത്ത് ഒരു കോൾ സെന്ററിൽ ഈ കുട്ടി ജോലിക്ക് കയറുകയാണ്. കോൾ സെന്ററിന്റെ അടുത്ത് തന്നെ ഒരു മുറിയും വാടകയ്ക്ക് എടുക്കുകയാണ്. ഇതിനിടയിൽ ശ്രദ്ധയ്ക്ക് കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ കിട്ടുകയാണ്. അങ്ങനെ നാളുകൾ കടന്നുപോയി. കോൾ സെന്ററിൽ വെച്ച് വസായിയിലെ പഴയ ഒരു സുഹൃത്തിനെ ശ്രദ്ധ കാണുവാനിടയായി. അയാളുടെ പേര് ആഫ്താബ് പൂനെവാല. അയാളും അതേ സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഫുഡ് കഴിക്കുകയും പുറത്തൊക്കെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇവർ തമ്മിൽ കൂടുതൽ അടുക്കാൻ തുടങ്ങി. അതൊരു പ്രണയത്തിലോട്ട് വഴിമാറുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ആഫ്താബ് പറയുകയാണ്, മുംബൈയിൽ ജീവിതം വളരെ ചിലവേറിയതായതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു വീടെടുത്ത് മാറാം. ഇത് ശ്രദ്ധ സമ്മതിക്കുകയാണ്. വൈകാതെ ഇവർ ഒരു വീടെടുത്ത് താമസവും മാറുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മ ശ്രദ്ധയെ വിളിക്കുകയാണ്. അപ്പോൾ ഇവരുടെ റിലേഷനെ പറ്റിയൊക്കെ അമ്മയോട് ശ്രദ്ധ പറയുന്നു. ആഫ്താബ് ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ അമ്മ സുമൻ ഇതിനെ ശക്തമായി എതിർക്കുകയും ഇവളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനും ശ്രമിക്കുന്നു. പക്ഷേ ശ്രദ്ധ ഒട്ടും പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അമ്മ അച്ഛന് വിവരം അറിയിക്കുന്നു. അവസാനം അച്ഛനും അമ്മയും ചേട്ടനുമായിട്ട് ശ്രദ്ധ വലിയ വാക്കേറ്റത്തിലാവുകയാണ്. ഒടുവില് ഇനി വീട്ടുകാരുമായിട്ട് ഒരു ബന്ധമില്ലെന്നും തന്നെ മേലാൽ വിളിക്കരുതെന്നും വിലക്കുകയും ചെയ്യുന്നു. 2019 സെപ്റ്റംബറോടെ ശ്രദ്ധ കുടുംബവുമായി പൂർണ്ണമായിട്ടും അകന്നിരുന്നു. ഡിസംബർ ആയപ്പോൾ ശ്രദ്ധയുടെ അമ്മയ്ക്ക് മകളെ ഓർമ്മ വരികയും അവർ ഇവിടെ ഫോൺ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ശ്രദ്ധയോട് അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കുകയും അപ്പോഴും ഈ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അമ്മ ശ്രമിക്കുകയും ചെയ്തു. അപ്പോഴും അവർ അതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അവസാനം നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയാൽ അമ്മയും ചേട്ടനും ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് അമ്മ കോള് കട്ട് ചെയ്യുന്നു. 2020 ജനുവരിയില് ശ്രദ്ധയുടെ അമ്മ മരിക്കുകയാണ്. ഇത് അവളെ വളരെയധികം തളർത്തി. ആ മരണത്തോടെ ആഫ്താബുമായിട്ട് ശ്രദ്ധ കൂടുതൽ അടുക്കുന്നു. പോകെ ആഫ്താബ് ശ്രദ്ധയെ ദേഹിക്കാൻ തുടങ്ങി. ഇവൻ മിക്ക ദിവസവും ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിപ്പായി. ശ്രദ്ധയുടെ പകുതിയോളം സാലറിയും ഇവൻ കൈക്കലാക്കി. മാത്രവുമല്ല ഇവൻ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. വീട്ടുകാരികൾ മുഴുവൻ ശ്രദ്ധയുടെ തലയിലായി. അമ്മയുടെ മരണശേഷം അച്ഛൻ ഫോൺ വിളിച്ചു. അപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധ പറഞ്ഞു. അച്ഛൻ തിരികെ വരാൻ പറഞ്ഞെങ്കിലും ശ്രദ്ധ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആഫ്താബിന് നല്ലൊരു മനസ്സുണ്ട് എന്നാണ്. ആകെ കൂടി അച്ഛനും ശ്രദ്ധയും 3 പ്രാവശ്യമേ ഫോൺ വഴി സംസാരിച്ചിട്ടുള്ളൂ. പിന്നീട് ശ്രദ്ധയെ പറ്റി അച്ഛനും ചേട്ടനും മനസ്സിലാക്കിയിരുന്നത് ഇൻസ്റ്റയിൽ അവളിടുന്ന സ്റ്റോറീസ് ഒക്കെ കണ്ടിട്ടായിരുന്നു. യാത്രകളൊക്കെ വളരെ ഇഷ്ടമുള്ള സ്വഭാവമായിരുന്നു ശ്രദ്ധയുടേത്. പക്ഷെ ആഫ്താബുമായിട്ടുള്ള ബന്ധം തുടങ്ങിയ ശേഷം വീട്, ഓഫീസ് ഇത് മാത്രമായി മാറി അവരുടെ ലോകം. ശ്രദ്ധയുമായിട്ടുള്ള ബന്ധത്തിന് മുന്നേ ആഫ്താബിന് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇതൊന്നും ശ്രദ്ധയ്ക്ക് അറിയില്ലായിരുന്നു. 2020 ഇവന്റെ ഫോണിൽ നിന്നും ശ്രദ്ധ ഡേറ്റിംഗ് ആപ്പുകളൊക്കെ കാണുകയാണ്. ഇതേ ചൊല്ലി ഇവർ തമ്മിൽ വലിയ വഴക്കൊക്കെ ഉണ്ടായി. അവസാനം ഈ പ്രശ്നം ആഫ്താബ് കോംപ്രമൈസ് ചെയ്യുകയാണ്. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഓഫീസിലെ മറ്റൊരു പെൺകുട്ടിയുമായിട്ടും ശ്രദ്ധ ആഫ്താബിനെ കാണുന്നു. ഇതും വലിയൊരു വഴക്കിന് കാരണമായി. ഇതും ഇവൻ കോംപ്രമൈസ് ചെയ്യുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം ഓരോരുത്തരുമായിട്ടും ശ്രദ്ധ ഇവനെ കാണുന്നു, പ്രശ്നമാകുന്നു. ഇവൻ ഓരോന്നും പറഞ്ഞ് അതൊക്കെ ഒത്തുതീർപ്പാക്കുകയാണ്. ശ്രദ്ധ ഇവനുമായി ഈ ഒത്തുതീർപ്പിൽ ഒരുങ്ങിയതിന്റെ കാരണം എന്തായാലും ഇവനുമായി ഒരു വിവാഹ ജീവിതം ഉണ്ടാകുമല്ലോ എന്ന് കരുതിയായിരുന്നു. പക്ഷേ ഇവന് ലിവിംഗ് ടുഗദർ ആയിട്ട് പോകാനായിരുന്നു ഇഷ്ടം. 2021 ആഫ്താബിന്റെ വീട്ടുകാർ ഇവർ ഒരുമിച്ച് താമസിക്കുന്നത് അറിയുവാനിടയായി.
ഒരിക്കലും നിങ്ങളുടെ ബന്ധം വിവാഹത്തിൽ എത്തുന്നതല്ല. അതുകൊണ്ട് തന്നെ ആഫ്താബിനോട് തിരിച്ചു വരാൻ ആഫ്താബിന്റെ വീട്ടുകാർ പറയുന്നു. ആഫ്താബ് അപ്പോൾ ശ്രദ്ധയോട് പറയുകയാണ്, നമുക്ക് മിച്ചമുള്ള സമ്പാദ്യമെല്ലാം സ്വരൂപിച്ചുകൊണ്ട് ഈ വീട്ടുകാരിൽ നിന്നൊക്കെ ഡൽഹിയിലോട്ട് താമസം മാറാമെന്ന്. അങ്ങനെ ഇവര് ഡൽഹിയിലോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അതിനു മുൻപ് ഇവർ ഹിമാചലിലൊക്കെ ടൂർ പോയിരുന്നു. 2022 മെയ് 6 ഇവർ ഡൽഹിയിലോട്ട് മൂവ് ആവുകയാണ്. അവിടെ ഒരു ഫ്രണ്ടിന്റെ സഹായത്തോടെ ഒരു ഫ്ലാറ്റ് എടുക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധ വിവാഹകാര്യം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആഫ്താബ് ലിവിങ് ടുഗദർ ആയിട്ട് ഇരിക്കുന്നതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ടോപ്പിക്ക് മാറ്റിക്കൊണ്ടിരുന്നു. ഇതിനെ ചൊല്ലി ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ വഴക്കുകളും ഉണ്ടായിരുന്നു. 2022 മെയ് 18 വിവാഹകാര്യവും പറഞ്ഞ് ഇവർ തമ്മിൽ വലിയൊരു വഴക്കുണ്ടാവുകയാണ്. അത് ഒത്തുതീർപ്പിലൊന്നും നിന്നില്ല. കയ്യാങ്കളിയിലോട്ട് അത് കടന്നു. ആഫ്താബിന് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ അവൻ ശ്രദ്ധയുടെ കഴുത്തിന് പിടിച്ചു ഞെരിച്ചു. ദേഷ്യം തീരും വരെയും അവൻ ആ കഴുത്തിൽ നിന്നും പിടിവിട്ടില്ല. ശ്രദ്ധയുടെ കഴുത്ത് നീല നിറത്തിലായി. ഇവൻ പിടിവിട്ടപ്പോഴേക്കും ശ്രദ്ധ മരിച്ചിരുന്നു. മരിച്ചത് കണ്ട് ഇനി എന്ത് ചെയ്യണം, ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണം എന്നൊന്നും ഇവൻ അറിയില്ലായിരുന്നു. ഇവൻ ഇതിനു ശേഷം കുറച്ച് ക്രൈം ഡോക്യുമെന്ററീസ് ഒക്കെ കണ്ടിട്ട് അതിൽ നിന്നുമൊക്കെ ഒരു ഐഡിയ ഉൾക്കൊള്ളുകയാണ്. പിന്നീട് ഇവൻ നേരെ മാർക്കറ്റിൽ പോവുകയാണ്. വിവിധ കടകളിൽ നിന്നും ബ്ലീച്ച്, കെമിക്കൽസ്, തടിയൊക്കെ മുറിക്കുന്ന വലിയ വാള്, കറുത്ത പോളിത്തീൻ ബാഗുകള് ഇങ്ങനെയൊക്കെ വാങ്ങുകയാണ്. പിന്നെ വലിയ ഒരു ഫ്രിഡ്ജും വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് വീട്ടിൽ വന്ന ശേഷം ശ്രദ്ധയുടെ ബോഡി ബാത്റൂമിൽ കൊണ്ടിട്ടിട്ട് ഷവർ തുറന്നിടുന്നു. അതിനുശേഷം ഈ കുട്ടിയുടെ ശരീരം ഈ വാള് കൊണ്ട് കുറച്ചു ഭാഗം കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തതിനെ പോളിത്തീൻ ബാഗിലാക്കിയിട്ട് ഇവൻ ആ ഫ്രീസറിൽ കൊണ്ട് സൂക്ഷിക്കുന്നു. ബാക്കി ബോഡി ഫ്രീസറിന്റെ താഴെയും വയ്ക്കുന്നു. ഈ ഫ്രിഡ്ജിന്റെ ഒരു ഭാഗത്ത് ഭക്ഷണ സാധനങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ നിന്നും പാലൊക്കെ എടുത്ത് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവൻ സുഖമായിട്ട് തൊട്ടടുത്ത റൂമിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ ബാക്കി ശരീരഭാഗവും ഇവൻ ഇതുപോലെ കട്ട് ചെയ്യുകയാണ്. ഇതിനിടയിൽ ഈ വാള് കൊണ്ടിട്ട് ഇവന്റെ കൈന്റെ ഒരു ഭാഗം മുറിയുകയാണ്. ആഴത്തിലുള്ള മുറിവായതുകൊണ്ട് വേദന സഹിക്കാൻ പറ്റാതെ ഇവൻ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ഈ മുറിവ് കാണിക്കാൻ പോകുന്നു. അവിടെ ഡോക്ടറിനോട് ഫ്രൂട്ട്സ് കട്ട് ചെയ്തപ്പോൾ കൈ മുറിഞ്ഞെന്നായിരുന്നു പറഞ്ഞത്. ഡോക്ടറിനോട് ഇവൻ സംസാരിക്കുന്നത് മുഴുവനും ഇംഗ്ലീഷിലായിരുന്നു. ഡോക്ടർ ഒരു കുശലം ചോദിച്ചപ്പോൾ ആഫ്താബ് ഞാൻ ഇവിടുത്തുകാരനല്ല, മുംബൈക്കാരനാണ്, IT പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നതാണ് എന്നൊക്കെ വിവരങ്ങളും പറയുന്നു. അങ്ങനെ മുറിവൊക്കെ ഡ്രസ് ചെയ്ത് ഇവൻ ഫ്ലാറ്റിൽ തിരിച്ചെത്തുന്നു. ഒരു ദിവസം ബോഡി പഴകിയപ്പോ ഫ്ലാറ്റിൽ നിന്നും ദുർഗന്ധം വന്നു തുടങ്ങി. അത് ഇല്ലാതാക്കാൻ അഗർബത്തികളും പെർഫ്യൂംസ് ഒക്കെ അവിടെയൊക്കെ യൂസ് ചെയ്യുകയാണ്. 3-ാം ദിവസവും ബാക്കി ശരീരഭാഗം കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഇവൻ ഒരു 52 പീസായിട്ട് ഈ ബോഡി മൊത്തം കട്ട് ചെയ്യുകയാണ്. ഇതിനിടയ്ക്ക് ഇവന് വിശക്കുമ്പോ ഫുഡ് ഓർഡർ ചെയ്യുന്നു. അത് ആ ഫ്ലാറ്റിൽ ഡെലിവറി ബോയ് വാതിലിന്റെ അടുത്ത് വരെ കൊണ്ടും കൊടുക്കുന്നു. അവൻ അതിലൊന്നും ഒരു പേടിയും ഇല്ലായിരുന്നു. എല്ലാ ശരീരഭാഗവും കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചു. മെയ് 20 രാത്രി 2 മണിയായപ്പോ കുറച്ച് പോളിത്തീൻ ബാഗുകൾ കൊണ്ടുപോയി അടുത്തുള്ള കാട്ടുപ്രദേശത്ത് ഇവൻ ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് വീട്ടിൽ വന്ന് ഇനിയുള്ള ബാഗുകൾ എവിടെയൊക്കെ കളയണമെന്ന് പ്ലാൻ ചെയ്യുന്നു. അടുത്ത 10-12 ദിവസത്തിനകത്ത് തന്നെ ഇവൻ വെവ്വേറെ സ്ഥലങ്ങളില് ഈ ബാഗുകളൊക്കെ കൊണ്ടുപോയി കളയുകയാണ്. തലഭാഗം മാത്രം മിച്ചം വന്നത് ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ചു. ഇതിനിടയ്ക്ക് ശ്രദ്ധയുടെ ഫോൺ എടുത്ത് ശ്രദ്ധയുടെ ഫ്രണ്ട്സിനൊക്കെ ഇവൻ മെസ്സേജസിന് റിപ്ലൈ ഒക്കെ കൊടുക്കുകയാണ്. എന്തെന്നാൽ ശ്രദ്ധ ജീവനോടെ ഉണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. ശ്രദ്ധയുടെ അക്കൗണ്ടിൽ നിന്നും 54,000 രൂപ ഇവന്റെ അക്കൗണ്ടിലോട്ട് ഇവൻ ട്രാൻസ്ഫറും ചെയ്യുന്നു. ഇത്രയും ഒക്കെ ചെയ്തിട്ടും ഇവന് യാതൊരു കുറ്റബോധമോ പേടിയോ ഒന്നും ഇല്ലായിരുന്നു. കാരണം ഡൽഹിയിൽ ശ്രദ്ധയെ പറ്റി അന്വേഷിക്കാൻ ആരുമില്ല. പിന്നെ അയൽവാസികളൊന്നും ഇവനോടൊന്നും ചോദിക്കില്ല, കാരണം യാതൊരു അടുപ്പവും അങ്ങനെ ആരുമായിട്ടും ഇല്ല. അങ്ങനെ മെയ് 5 ഡേറ്റിംഗ് ആപ്പ് വഴി ഒരു പെൺകുട്ടിയെ ഈ ഫ്ലാറ്റില് ആഫ്താബ് വീണ്ടും കൊണ്ടുവരികയാണ്. അപ്പോഴും ശ്രദ്ധയുടെ തല ഫ്രിഡ്ജിൽ ഇരിക്കുകയായിരുന്നു. മെയ് 20 ആഫ്താബ് ശ്രദ്ധയുടെ തല ഒരു അജ്ഞാത സ്ഥലത്ത് കൊണ്ടുപോയി മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച ശേഷം കുഴിച്ചു മൂടുകയാണ്. അഥവാ പോലീസ് പിടിച്ചാലും ആളറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചത്. ഇവൻ ശ്രദ്ധയെന്നും പറഞ്ഞയക്കുന്ന മെസ്സേജസും ഇൻസ്റ്റയിൽ ഇടുന്ന സ്റ്റോറീസും ഒക്കെ കണ്ടിട്ട് ശ്രദ്ധ സേഫ് ആണെന്ന് കരുതിയാണ് വീട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ ഇരുന്നത്. 6 മാസം, അതായത് നവംബർ വരെ ആർക്കും ഒരു സംശയവും തോന്നിയില്ല.
ഇതിനിടയിൽ ബോഡി പാർട്സ് ഒക്കെ ഡീകമ്പോസ്ഡ് ആയി കഴിഞ്ഞിരുന്നു. 6 മാസത്തിനിടയില് ജോലി ആവശ്യവുമായി ബന്ധപ്പെട്ട് അഫ്താബ് മുംബൈയിലേക്ക് വരികയാണ്. ഇനി ശ്രദ്ധയുടെ ഫോണിൽ വരുന്ന മെസ്സേജസിനൊന്നും റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതിയിട്ട് മുംബൈയിൽ വെച്ചിട്ട് ശ്രദ്ധയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഇവൻ കളയുന്നു. സെപ്റ്റംബറോടെ ശ്രദ്ധയുടെ വിവരങ്ങൾ കിട്ടാത്തതിനെ തുടർന്ന് മുംബൈയിലെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് അച്ഛൻ അന്വേഷിക്കുകയാണ്. ശ്രദ്ധ അഫ്താബുമായിട്ട് ഡൽഹിയിലാണെന്ന് ഫ്രണ്ട് പറയുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു ഫ്രണ്ട് അച്ഛനെ വിളിക്കുകയാണ്. അഫ്താബും ശ്രദ്ധയും തമ്മിലുള്ള റിലേഷനിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയിക്കുന്നു. ഇതോടെ അച്ഛന് സംശയം തോന്നുകയും അച്ഛൻ മുംബൈയിലെത്തി മകളെ കാണാനില്ല എന്നും പറഞ്ഞ് കേസ് കൊടുക്കുകയും ചെയ്യുന്നു. പോലീസ് അന്വേഷിച്ചപ്പോ ശ്രദ്ധയുടെ ഫോണിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ കാണിച്ചത് ഡൽഹിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ മുംബൈ പോലീസ് ഡൽഹി പോലീസിന് ഈ കേസ് കൈമാറുകയാണ്. ഡൽഹി പോലീസ് ഇവരുടെ അയൽപക്കത്തും അഫ്താബിനോടുമൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. അഫ്താബ് പറയുന്നത് അവൾ അവളുടെ കാമുകനൊപ്പം മാസങ്ങൾക്ക് മുമ്പേ ഒളിച്ചോടി പോയി എന്നായിരുന്നു. അഫ്താബിനെ പോലീസ് പിന്നീട് സംശയിക്കുന്നില്ല. പോലീസിന് ഒരു സഹതാപം തോന്നുകയാണ്. ആ പയ്യനെ പറ്റിച്ചിട്ട് ഇവള് കടന്നു കളഞ്ഞല്ലോ എന്ന്. ഒരു വിവരവും കിട്ടാത്തതിനെ തുടർന്ന് ശ്രദ്ധയുടെ അച്ഛൻ ഡൽഹിയിലേക്ക് നവംബർ 9 എത്തുന്നു. അവിടെ വീണ്ടും അയാള് പോലീസില് അഫ്താബിന് സംശയമുണ്ടെന്ന് അറിയിക്കുകയാണ്. അങ്ങനെ പോലീസ് അഫ്താബിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. അപ്പൊ അഫ്താബ് പറഞ്ഞത് എങ്ങനെയും ശ്രദ്ധയെ കണ്ടുപിടിക്കണം. മെയ് 18 മുതൽ ഞാൻ അവളെ ഫോൺ വിളിക്കണമെന്നെങ്കിലും അവളിൽ നിന്നും ഒരു റിപ്ലൈയും എനിക്ക് കിട്ടുന്നില്ല എന്നായിരുന്നു. പോലീസ് അഫ്താബിന്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ മെയ് 18 മുതൽ അഫ്താബ് ശ്രദ്ധയെ വിളിച്ചിട്ടേ ഇല്ലായിരുന്നു. മാത്രവുമല്ല 54,000 രൂപ സ്വന്തം അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതും പോലീസ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ അഫ്താബിനെ വിശദമായിട്ട് പോലീസ് ചോദ്യം ചെയ്യുകയാണ്. വിശദമായ ചോദ്യം ചെയ്യലില് അഫ്താബ് ശ്രദ്ധയെ കൊന്നത് താനാണെന്ന് ഏറ്റു പറഞ്ഞു. എല്ലുകളും തലയോട്ടിയും ഒക്കെ അഫ്താബ് പറഞ്ഞ സ്ഥലത്ത് നിന്നും പോയി നോക്കിയപ്പോ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞു. ബോഡി കട്ട് ചെയ്യാൻ ഉപയോഗിച്ച വാള് 2 പാർട്സ് ആയിട്ടാണ് പോലീസിന് കിട്ടിയത്. പക്ഷെ ഇതിലൊന്നും അഫ്താബിന്റെ ഫിംഗർ പ്രിന്റ്സ് ഇല്ലായിരുന്നു. കോടതിയിലെ അഫ്താബ് മൊഴി മാറ്റി പറയുകയാണ്. പോലീസ് ഒരുപാട് പ്രഷർ ചെയ്തപ്പോഴാണ് താൻ കുറ്റം സമ്മതിച്ചത്, താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നവൻ പറഞ്ഞു. പക്ഷെ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മതിയായ തെളിവുകളോടെ അഫ്താബ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും ഇപ്പോൾ അയാള് തീഹാർ ജയിലിലെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുകയാണ്. ഈ നടക്കുന്ന സംഭവത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലറുമായി ഇനിയും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.